കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോക്കിന്റെ റിവ്യൂ ഞാൻ കണ്ടിരുന്നു. കോക്കിനകത്ത് ഇങ്ങനെ എല്ലാവരും വിളിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നെ ഇപ്പം എന്താ പറയാൻ പോകുന്നത്. അഭിലാഷ് പിള്ള അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആയം മുതൽ അവസാനം വരെ പുള്ളി വരെ ഒരുപോലെ അങ്ങ് നിന്നു. അപ്പൊ ഞാൻ സന്തോഷം അത്രേ പറഞ്ഞുള്ളല്ലോ ആണ്. അപ്പൊ അത് പിന്നെ കൊന്നില്ല. വൈറൽ റിവ്യൂസ് എങ്ങനെയാണ് കാണുന്നത്? ബാധിക്കാറുണ്ടോ? വിഷമമായിട്ട് പണ്ടൊക്കെ മുന്നേ ബാധിക്കില്ലേ? ബാധിക്കുന്നതിനേക്കാൾ ഉപരി ഇവരെന്തിന് ഓരോരുത്തരുടെ സന്തോഷമാണല്ലോ ഇത്. ഇവർ കാരണം ചില സിനിമകളെ ബാധിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോൾ മാളികപ്പുറം സമയത്ത് ആ സിനിമയ്ക്ക് റിവ്യൂ എനിക്ക് 99% ആളുകൾ പോസിറ്റീവ് റിവ്യൂ പറഞ്ഞേക്കുന്നത്. നെഗറ്റീവ് പറഞ്ഞേക്കുന്നത് 1-2 ഞാൻ കണ്ടിട്ടുള്ളൂ. അതായത് റിവ്യൂവേഴ്സിൻ്റെ കാര്യമാണ്. ഈ പറയുന്ന അശ്വിൻ അടക്കമുള്ളവർ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞ സിനിമയാണ്. അന്നും ഞാൻ അശ്വിൻ്റെ ഇത് ഷെയർ ചെയ്തിട്ടില്ല, ഞാൻ ഇന്നും ഷെയർ ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ അത് അവരുടെ അഭിപ്രായം പറയുന്നത്, അത് അവരുടെ അഭിപ്രായമാണ്. അതിപ്പോൾ ഞാൻ പറയാൻ പാടില്ലെന്ന് എനിക്കങ്ങനെ പറയാൻ പറ്റും. പക്ഷെ അത് കാരണം അശ്വിൻ എന്നല്ല, ഞാനിപ്പോൾ പടം ഇറങ്ങി ഫസ്റ്റ് തന്നെ ഈ റിവ്യൂസ് പറഞ്ഞ ചില സിനിമകൾ തിയേറ്ററിൽ വർക്കാവാതെ പോയിട്ടുണ്ട്. എൻ്റേന്നല്ല, ഞാൻ മൊത്തത്തിൽ. നല്ലൊരു സിനിമ അങ്ങനെ റിവ്യൂ ചെയ്ത് എന്താ പ്രശ്നം അറിയാം? ഇപ്പം ഒരു സിനിമയുടെ ലൈഫ് എന്ന് പറയുന്നത് പ്രൊമോഷനും ഓൺലൈൻ ക്യാമ്പയിനിങ്ങും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് ഹിറ്റായ സിനിമകളും ഉണ്ട്. അതും പറയണം. കാരണം സിനിമ അത്ര നല്ലതാണെങ്കിലും അതൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചില സിനിമകൾക്ക് ഇതിനപ്പുറത്തേക്ക് പ്രൊമോഷൻ ചെയ്യാനുള്ള ഫിനാൻഷ്യൽ ഇത് കാണത്തില്ല, അല്ലെങ്കിൽ ഇവരെ ഒന്ന് ഇവർക്കെതിരെ നിർത്താം, അല്ലെങ്കിൽ അതിന് അപ്പുറത്തേക്ക് പ്രൊമോഷൻ ചെയ്യാനുള്ളൊരു ഫണ്ടൊന്നും ഇറക്കാനുള്ള പ്രൊഡ്യൂസേഴ്സൊന്നും അല്ലായിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ ചില സിനിമകളൊക്കെ പിന്നെ OTT വരുമ്പോഴത്തേക്കും നല്ല പടമായിരുന്നല്ലോ, ഇത് ആരും കണ്ടില്ലല്ലോ എന്ന് പറയും. അതിൽ കാര്യമില്ലല്ലോ തിയേറ്ററിൽ. പിന്നെ ഈ പറയുന്ന പോലെ ഒരുപോലെ എത്ര പടം ഇറങ്ങുന്നത്, ഇവർക്ക് ഇവർ പൈസ കൊടുത്ത് കാണുന്നതല്ലേ. അഭിപ്രായം പറയട്ടെ.